പ്രാദേശികമായ ഭരണകൂടം CPM-ൻ്റെ കയ്യിലല്ല എന്നുള്ളത് കൊണ്ട് അവിടെ കാര്യങ്ങളൊന്നും നടക്കണ്ട. ഒരു പൊതുപ്രവർത്തകനെ സംബന്ധിച്ച് ജനങ്ങളുടെ പ്രശ്നം ഏറ്റെടുക്കുക എന്നുള്ളതിൽ കഠിനം എന്നുള്ള വാക്ക് പറയുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അങ്ങാടിപ്പുറത്തെ ഈ പ്രതിസന്ധി ഞങ്ങൾ ജനപ്രതിനിധികൾ MLA അടക്കമുള്ള ആളുകൾ ചൂണ്ടിക്കാണിച്ചിട്ട് പോലും ഒരു പകരം ആളെ വെച്ചിട്ടില്ല. ഇതുപോലെ ഏതെങ്കിലും ഒരു പഞ്ചായത്ത് നടക്കുമോ? സെക്രട്ടറി ഇല്ല, ഇവിടെ ഓവർസിയർ ഇല്ല, ഇവിടെ വാർഷിക പദ്ധതികൾ നടക്കണ്ടേ, വർഷം തീരാൻ പോകുന്നു, തെരഞ്ഞെടുപ്പുകൾ മുന്നിൽ വരികയാണ്. ആ സമയത്ത് സർക്കാർ മനഃപൂർവ്വം പല ഉദ്ദേശത്തോടു കൂടി ചെയ്യുന്നത് മാത്രമാണിത്. അപ്പോൾ ഇത് ഞങ്ങളെ പഞ്ചായത്തിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയാണ്. പഞ്ചായത്തിൽ ചെന്ന് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, എല്ലാ സീറ്റുകളും ജീവനക്കാരില്ലാതെ ഒഴിഞ്ഞു കിടക്കുകയാണ്. ഭാഗമായിട്ടും ജനവികാരം ബോർഡിനെതിരായിരിക്കും. ആ വികാരം അടുത്ത പഞ്ചായത്ത് ഇലക്ഷൻ ഉപയോഗിക്കുക എന്ന ഗൂഢതന്ത്രം മാത്രമാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ളത്. സർക്കാരിൻ്റെ ഒരു പിടിപ്പുകേടാണ്. ഇതിന് ശക്തമായ മംഗളമണ്ഡലത്തിൻ്റെയൊക്കെ പിന്തുണ ഉണ്ടാവും. എല്ലാവിധ സജ്ജീകരണങ്ങളും എല്ലാവിധ സന്നാഹങ്ങളുമായി യൂത്ത് കോൺഗ്രസ് ഈ സമരമുഖത്ത് കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി എല്ലാവിധ. അങ്ങാടിപ്പുറം പഞ്ചായത്തിൽ LDF സർക്കാരിന്റെ ചിറ്റമ്മ നയമോ, വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പഞ്ചായത്ത് ഭരണം പിടിച്ചെടുക്കാനുള്ള ഗൂഢനീക്കമോ? വിവിധ പാർട്ടി നേതൃത്വം ടുഡേ ന്യൂസിനോട് പ്രതികരിക്കുന്നു. നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് UGS ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച. UGS ഗ്രൂപ്പ്, സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കയ്യൊപ്പ്. കഴിഞ്ഞൊരു മാസമായിട്ട് അങ്ങാടിപ്പുറം പഞ്ചായത്തിനകത്ത് സ്റ്റാഫില്ല. ഞാൻ ഈ പഞ്ചായത്തിൽ സ്ഥിരം വരുന്ന ആളാണ്. ഇവിടെ വരുന്ന ആളുകളുടെ പ്രയാസങ്ങൾ നേരിൽ കാണുകയാണ്. അപ്പോൾ ഞങ്ങൾ പല സമരങ്ങളും നടത്തി. ഞങ്ങളുടെ പഞ്ചായത്തിലെ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ ഒന്നടങ്കം മന്ത്രിയെ പോയി കണ്ടിട്ടുണ്ട്. പക്ഷെ എന്നിട്ടൊന്നും ഒരു തീരുമാനവുമായിട്ടില്ല. ഇന്നിപ്പോൾ സെക്രട്ടറിമാരുടെ ലിസ്റ്റ് ഇറങ്ങിയിട്ടുണ്ട്. അതിലും നമ്മുടെ പഞ്ചായത്ത് ഇല്ല എന്നാണ് ഓർഡർ എൻ്റെ കയ്യിലുണ്ട്, എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത്. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ ജനങ്ങളുടെ പ്രശ്നം അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഒരു പൊതുപ്രവർത്തകനെ സംബന്ധിച്ച് ജനങ്ങളുടെ പ്രശ്നം ഏറ്റെടുക്കുക എന്നുള്ളതിൽ കഠിനം എന്നുള്ള വാക്ക് പറയുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഏറ്റവും പ്രാധാന്യമുള്ളൊരു സമരം തന്നെയാണ് മണ്ഡലം കമ്മിറ്റി ആസൂത്രണം ചെയ്തിരിക്കുന്നത്. കാരണം സാധാരണ ജനങ്ങൾ എല്ലാ ആവശ്യങ്ങൾക്കും ബന്ധപ്പെടുന്ന 2 ഓഫീസുകളാണ് വില്ലേജ് ഓഫീസും പഞ്ചായത്ത് ഓഫീസും. അതിൽ പഞ്ചായത്ത് ഓഫീസാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരുവാണ്. അവിടെയുള്ള 21 ജീവനക്കാരിൽ 17 ജീവനക്കാരെ മാറ്റുമ്പോൾ സാധാരണ ജനങ്ങളെ അത് എത്ര ബാധിക്കുമെന്നുള്ളത് നമുക്കെല്ലാം അറിയുന്നൊരു കാര്യമാണ്. അതിനെതിരെയുള്ള ശക്തമായ സമരപരിപാടിയാണ് മണ്ഡലം കമ്മിറ്റി ആസൂത്രണം ചെയ്തിട്ടുള്ളത്. ഇത് ആലോചിച്ചുറപ്പിച്ച ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗം തന്നെയാണ് ഗവൺമെൻറ്റിൻ്റെ. കാരണം അടുത്ത വർഷം പഞ്ചായത്ത് ഇലക്ഷൻ വരികയാണ്. ആ UDF ഭരിക്കുന്ന പഞ്ചായത്തുകളിൽ ജീവനക്കാരെ സ്ഥലം മാറ്റി അവർക്കുള്ള ഫണ്ടുകൾ അനുവദിക്കാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ജനവികാരം ബോർഡിനെതിരായിരിക്കും. ആ വികാരം അടുത്ത പഞ്ചായത്ത് ഇലക്ഷൻ ഉപയോഗിക്കുക എന്ന ഗൂഢതന്ത്രം മാത്രമാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ളത്. മരണ സർട്ടിഫിക്കറ്റ് ആയാലും ജനന സർട്ടിഫിക്കറ്റ് ആയാലും എന്തിനും പഞ്ചായത്തിനാണ് ആശ്രയിക്കാറുള്ളത്. നമ്മുടെ വീടിൻ്റെ നമ്പറിൻ്റെ ഒക്കെ സംവിധാനത്തിൻ്റെ ഒരു സാധാരണക്കാരന് ഓഫീസിലെത്തേണ്ടത് ഈ പഞ്ചായത്തിലാണ്. ഈ പഞ്ചായത്തിൽ 1-2 ആൾ ജീവനക്കാരുടെ കുറവാണെങ്കിൽ നമുക്കത് മറ്റൊരു ആശ്രയിച്ച് അത് മാറ്റി വെക്കാം. ഇത് മുഴുവൻ ജീവനക്കാരെയും ഇതിന് സർക്കാരിൻ്റെ ഒരു പിടിപ്പുകേടാണ്. ഇതിന് ശക്തമായ മംഗളമണ്ഡലത്തിൻ്റെയൊക്കെ പിന്തുണ ഉണ്ടാവും. യൂത്ത് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് 23 വാർഡുകളിൽ നിന്നും കോൺഗ്രസിൻ്റെ ശക്തി കേന്ദ്രങ്ങളായിട്ടുള്ള വാർഡുകളിൽ നിന്നും അതിശക്തമായിട്ടുള്ള പ്രകടനങ്ങളായിട്ട് ഈ സമരപ്പന്തലിലേക്ക് നിരയായി ഒഴുകാൻ തന്നെയാണ് തീരുമാനം. എല്ലാവിധ സജ്ജീകരണങ്ങളും എല്ലാവിധ സന്നാഹങ്ങളുമായി യൂത്ത് കോൺഗ്രസ് ഈ സമരമുഖത്ത് കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി എല്ലാവിധ സന്നാഹങ്ങളുമായി എത്തിച്ചേരും. ഈ അങ്ങാടിപ്പുറം പഞ്ചായത്തിൽ ഇന്ന് നേരം വെളുക്കുമ്പോൾ മുതൽ നമ്മൾ കാണുകയാണ്. ദിവസവും നമ്മൾ ഓരോ കാര്യങ്ങൾക്കായിട്ട് നമ്മളിവിടെ വന്നു പോകുന്നവരാണ്. പ്രായമായവരും സുഖമില്ലാത്തവരും ആരോഗ്യ പ്രശ്നമുള്ളവരും പല കാര്യങ്ങൾക്കായിട്ട് ഇവിടെ കടന്നു വരുമ്പോൾ ഇവിടെ കുന്നുകൂടി കിടക്കുന്ന ഫയലുകളും അതുപോലെ കാലിയായ കസേരകളുമാണ്. കുറേ കാലം കൊണ്ട് ഞങ്ങൾ ആദ്യം ഒരു സമരം നടത്തി, വേലി കെട്ടി സമരം, ഒരു പ്രതിഷേധ പ്രകടനം നടത്തി. ഇതിലൊന്നും സർക്കാർ വഴങ്ങുന്നില്ല. ഇവിടെ ഭരിക്കുന്നത് CPM അല്ല എന്നുള്ളൊരൊറ്റ കാരണത്താലാണ് ഇത്തരത്തിലൊരു പരിപാടികളുമായിട്ട് ഈ സർക്കാർ പോകുന്നത്. ഒരു ബദൽ സംവിധാനം കാണാതെ ഇതുപോലെ ഏതെങ്കിലും ഒരു പഞ്ചായത്ത് നടക്കുമോ? സെക്രട്ടറി ഇല്ല, ഇവിടെ ഓവർസിയർ ഇല്ല, ഇവിടെ വാർഷിക പദ്ധതികൾ നടക്കണ്ടേ, വർഷം തീരാൻ പോകുന്നു, തെരഞ്ഞെടുപ്പുകൾ മുന്നിൽ വരികയാണ്. ആ സമയത്ത് സർക്കാർ മനഃപൂർവ്വം പല ഉദ്ദേശത്തോടു കൂടി ചെയ്യുന്നത് മാത്രമാണിത്. അങ്ങനെ പ്രധാനപ്പെട്ട ഹെഡിലിരിക്കുന്ന എല്ലാവരും, ഒരാളല്ലാത്തവരെല്ലാവരും സ്ഥലം മാറ്റി പോകുമ്പോൾ അതിന് പകരം ആളെ നിയമിച്ചിട്ടില്ല എന്നതാണ് ഞങ്ങളുടെ മുന്നിലുള്ള വലിയ വെല്ലുവിളി. ഞങ്ങൾ മിനിസ്റ്റർ ഓഫീസിൽ പോയിരുന്നു, പകരം ആളെ വെക്കുന്ന പറഞ്ഞത്. പക്ഷെ ഇന്നലെ ഇറങ്ങിയ ലിസ്റ്റിൽ പോലും അങ്ങാടിപ്പുറത്തെ ഈ പ്രതിസന്ധി ഞങ്ങൾ ജനപ്രതിനിധികൾ MLA അടക്കമുള്ള ആളുകൾ ചൂണ്ടിക്കാണിച്ചിട്ട് പോലും ഒരു പകരം ആളെ വെച്ചിട്ടില്ല. അപ്പോൾ അതിൻ്റെ സൂചന സമരമാണ് ഇന്ന് നടക്കുന്നത്. വരും നാളുകളിൽ കുറച്ച് ദിവസത്തിനകം ഇത് സ്റ്റാഫ് പാറ്റേൺ പൂർത്തീകരിച്ചിട്ടില്ലെങ്കിൽ
സ്ഥിരമായിട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് നേതൃത്വത്തിൽ ഞങ്ങൾ സത്യാഗ്രഹ സമരം പഞ്ചായത്ത് ഓഫീസിൻ്റെ മുന്നിൽ തന്നെ ഒരു വേദി കെട്ടി നടത്തുന്നതാണ്. ഇപ്പോഴത്തെ നടപടി പറഞ്ഞാൽ പഞ്ചായത്തിൽ ഞങ്ങളൊരു നോക്കുകുത്തികളായിട്ട് ഇരിക്കാനേ നമുക്ക് കഴിയുള്ളൂ. പഞ്ചായത്തിൽ എന്തൊക്കെ സംവിധാനങ്ങൾ നമ്മൾ നാട്ടുകാർക്ക് ചെയ്തു കൊടുക്കേണ്ടതെന്ന് ഇപ്പോൾ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അത് ചെയ്തു കൊടുക്കണമെങ്കിൽ നമ്മൾ ഉദ്യോഗസ്ഥരാണ് ഇതൊക്കെ ചെയ്യേണ്ടത്. നമ്മൾ അവരെ കൂടെ നിന്ന് നല്ല സൗകര്യമാക്കി കൊടുത്ത് നല്ല ഭരണം കാഴ്ചവെക്കലാണ് നമ്മളെ ഉത്തരവാദിത്വം. അതിന് ഈ ഉദ്യോഗസ്ഥരില്ലാതെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഈ വയസ്സായ ആളുകളൊക്കെ പഞ്ചായത്തിൽ വരുമ്പോൾ നമ്മൾ എന്താണ് ഇവരോട് പറയാന്ന് വരെ പ്രയാസപ്പെട്ട് കഷ്ടപ്പെട്ട് ഇരിക്കുന്ന ഒരു അവസരമായി മാറിയിരിക്കുക. പഞ്ചായത്ത് പറഞ്ഞാൽ പറഞ്ഞമാതിരി ഒരു ഗവൺമെൻറ് ആണല്ലോ, ഒരു പ്രാദേശിക ഗവൺമെൻറ് ആണല്ലോ. ഈ ഗവൺമെൻറ്റിൽ ഉദ്യോഗസ്ഥരില്ലാതെ എന്ത് ചെയ്യും? രാവിലെ മുതൽ 10 മണി മുതൽ 5 മണി വരെ ഞാൻ ദിവസവും പഞ്ചായത്തിൽ പോയിട്ടുണ്ട്. എനിക്ക് സങ്കടം വരുന്നൊരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. പോകാതിരിക്കാൻ വയ്യ. ഈ വരുന്ന ആളുകളോട് എന്തെങ്കിലും സമാധാനം പറയണ്ടേ? 23 മെമ്പർമാർ ഞങ്ങളെ സമരത്തിന് വേണ്ടിയിട്ടല്ല ജനങ്ങളെ തിരഞ്ഞെടുത്തിട്ടുള്ളത്. കാരണം ഇന്ന് അവിടെ ചെന്ന് നോക്കിയാൽ, പഞ്ചായത്തിൽ ചെന്ന് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം എല്ലാ സീറ്റുകളും ജീവനക്കാരില്ലാതെ ഒഴിഞ്ഞു കിടക്കുകയാണ്. കാരണം ഈ നാടിനെ നമ്മുടെ ഈ അങ്ങാടിപ്പുറം പഞ്ചായത്തെ സംബന്ധിച്ചിടത്തോളം 60,000 65,000 മുകളിൽ ജനസംഖ്യയുള്ള ആളുകൾക്ക് വന്ന് അവരുടെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി വന്നു കഴിഞ്ഞാൽ ഒരു കാര്യം ചെയ്യാൻ പോലും ഒരു റെസിഡൻസ് സർട്ടിഫിക്കറ്റ് ആണെങ്കിലും അല്ലെങ്കിൽ ഒരു ഓണർഷിപ്പ് ചേഞ്ചിങ് ആണെങ്കിലും ഒരു കാര്യത്തിന് പോലും ഒരു ജീവനക്കാരനും ഇല്ലാത്ത ഒരു സ്ഥിതിവിശേഷമാണ് ഇന്ന് അങ്ങാടിപ്പുറം പഞ്ചായത്തിൽ ഉള്ളത്. അതുപോലെ തന്നെ നമ്മുടെ അങ്ങാടിപ്പുറം പഞ്ചായത്തിനെടുത്ത് നോക്കി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രൊജക്റ്റുകൾ പദ്ധതികൾ നടപ്പിലാക്കുന്ന ഒരു പഞ്ചായത്താണ്. പ്രാദേശികമായ ഭരണകൂടം CPMൻ്റെ കയ്യിലല്ല എന്നുള്ളത് കൊണ്ട് അവിടെ കാര്യങ്ങളൊന്നും നടക്കണ്ട എന്നൊരു നിലപാട് സ്വീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് യഥാർത്ഥത്തിൽ ഇത് എന്നാണ് നമ്മുടെ അനുഭവത്തിൽ മനസ്സിലാവുന്നത്. കാരണം 21 വ്യത്യസ്ത മേഖലകളിലെ ജീവനക്കാരുള്ള ഒരു സ്ഥാപനത്തിൽ, ഒരു പ്രാദേശിക ഭരണകൂടത്തിൽ നിന്ന് 17 ആളുകളെ ഒറ്റയടിക്ക് സ്ഥലം മാറ്റുക എന്ന് പറഞ്ഞാൽ നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ആദ്യത്തെ സംഭവം ആവാനാണ് സാധ്യത. മാറ്റാം, പക്ഷേ അതിന് പകരം ആളുകളെ നിയമിക്കുക എന്നുള്ളതും സർക്കാർ ചെയ്യേണ്ടതാണ്. പക്ഷേ പകരം ആളുകളെ നിയമിക്കുന്നില്ല. ഇപ്പോൾ കേൾക്കുന്നത് സെക്രട്ടറിമാരുടെ ഒരു പ്രൊമോഷൻ ഓർഡർ ഇറങ്ങിയെന്നാണ് കേൾക്കുന്നത്. പക്ഷേ ആ ഇറങ്ങിയ ഓർഡറിലും അങ്ങാടിപ്പുറം പഞ്ചായത്തിൻ്റെ പേര് ഇല്ല എന്നാണ് അറിയാൻ വേണ്ടി കഴിയുന്നത്. സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ പണിക്കൂലിയില്ലാതെ തന്നെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാനിതാ ഒരു സുവർണാവസരം. കൂടാതെ വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ ഓഫറുകളും 2% മുതൽ അഡ്വാൻസ് ബുക്കിംഗോടുകൂടി 2.5% മുതൽ മേക്കിംഗ് ചാർജിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം. കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തൂ സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ. സ്കൈ ഗോൾഡ്, പെരിന്തൽമണ്ണ, നിലമ്പൂർ, പൊന്നാനി, പൂനെ.